അൽച്ചങ്ങൈമാർ വെൽക്കം ബാക്ക് ടു എവറസ്റ്റ് സിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർദ്വൈ. അപ്പോൾ ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത് യൂസറിൻ്റെ ബെസ്റ്റ് റേറ്റും അതുപോലെ തന്നെ യൂസർ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള ഓപ്ഷനൊക്കെയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞാണ്, അവിടെ കൂടുതൽ പറയുന്നില്ല എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്. ആ വീട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വില കുറവ് എന്നുള്ള രീതിയിൽ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ് വില കുറവിൻ്റെ പരിപാടി ഞങ്ങൾ സാധനം കൊടുക്കാറില്ല. യൂസർ ഫോൺ പോകുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. ചില ആളുകൾക്ക് വാങ്ങുമ്പോൾ മാത്രമേ ചില വിഷമം ഉണ്ടാവും, കുറച്ച് പൈസ 50-100 അധികം കൊടുക്കുമ്പോൾ. പക്ഷെ അതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചാർജ് നിൽക്കുന്നില്ല, ക്യാമറ ക്ലിയർ കുറവാണ്, ഫോൺ ഹാങ് ആവുന്നു, അതുപോലെ തന്നെ ഫോൺ ഹീറ്റാവുന്നു, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതൊക്കെ സംഭവം നിങ്ങൾക്ക് ഹീറ്റ് ചെയ്ത ബൂസ്റ്റ് ചെയ്ത ബാറ്ററി ആയിരിക്കും. കാണിക്കുമ്പോൾ 90 ഒക്കെ കാണിക്കും, 3 മാസം വരെ അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ 90 ഒക്കെ ബാറ്ററി കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിന് കണക്കായിട്ടുള്ള ബാറ്ററി നിൽക്കില്ല. കാരണം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ചിപ്പിട്ടുള്ള പരിപാടി. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കറക്റ്റായിട്ട് കാണിച്ചാൽ ഒരു ചിപ്പുണ്ട്. ആ ചെറിയൊരു ചിപ്പ് ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-6 മാസം വരെ 90-95 എത്ര വേണമെങ്കിലും ബാറ്ററി സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് ഒന്നാമത്തത്. ബൂസ്റ്റ് വേറെ രീതിയിലൊന്നും കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ബാറ്ററി നിൽക്കുമ്പോൾ നിങ്ങളൊരു ഫോണൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററി കുറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ബൂസ്റ്റ് ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ബാറ്ററി പെട്ടെന്ന് കുറയുന്നത്. കുറച്ചൊക്കെ കുറയും. ഐഫോണിൽ പെട്ടെന്ന് ചാർജ് തീരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഐഫോണിൽ പെട്ടെന്ന് ബാറ്ററി കുറയാണ്. ആൻഡ്രോയിഡിൻ്റെ പകുതി പോലും ഐഫോണിൽ ചാർജ് നിൽക്കില്ല. പക്ഷേ ആൻഡ്രോയിഡ് വേറെയാണ്, ഐഫോൺ വേറെ. ഐഫോൺ തന്നെയാണ്, ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡിൻ്റെ എല്ലാ സംഭവം ഐഫോണിലും കിട്ടില്ല, ഐഫോണിൻ്റെ എല്ലാ ഓപ്ഷനും ആൻഡ്രോയിഡിലും കിട്ടില്ല. ബാറ്ററിൻ്റെ മാത്രമേ ഇഷ്യൂ ഐഫോണിലുള്ളൂ. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ക്യാമറയുടെ ഇഷ്യൂ പറഞ്ഞത് 90% മുമ്പിൽ ഐഫോൺ 13 Pro 14 Pro 15 Pro ഇപ്പോൾ വരുന്നതൊക്കെ നിങ്ങൾക്ക് ഡോട്ട് ഉണ്ട് ക്യാമറയിൽ. ഷോപ്പുകാർക്ക് പോലും ഈ ഒരു സംഭവം ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നതാണ് യഥാർത്ഥ സത്യാവസ്ഥ. അവർ ചെയ്യുന്നതല്ല, റിപ്പയർ ചെയ്ത് വരുന്ന സംഭവം വേറെ ഒരു വഴിക്ക് അതുണ്ട്, അതന്നെ ക്യാമറ ക്ലിയർ ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷേ ക്യാമറ അധികം ആൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് പോലും അറിയില്ല. പോർട്രേറ്റ് തന്നെ പോകണം. പോർട്രേറ്റ് പോയിട്ട് നിങ്ങൾ 3x തന്നെ 1x പോയാൽ കാണില്ല, 3x തന്നെ പോയിട്ട് ഒരു വൈറ്റ് പേപ്പർ ബാക്ക് പിടിച്ചിട്ട് നിങ്ങൾ സൂം ചെയ്തിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ക്യാമറ ഡോട്ട് ഉണ്ടാവും. 1-2 ഡോട്ട് ആണെങ്കിൽ ചെറിയൊരു വിഷയമില്ല, ചെറിയ ഡോട്ടൊക്കെയാണ്. പക്ഷേ കൂടുതൽ ഡോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആ സെറ്റ് എടുക്കാതെ, ക്യാമറ വേണ്ട ആൾക്ക്, ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ ക്യാമറ വേണ്ട ആൾക്ക് ആ ഒരു സെറ്റ് എടുക്കാതിരിക്കലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം ക്യാമറക്ക് ക്ലിയർ കുറയും. പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ഇനിയും ഡോട്ട് കൂടുകയുള്ളൂ. ഈ ഡോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുന്നൊരു സംഭവമാണ്. വന്നു കഴിഞ്ഞാൽ അത് കൂടും. ഇനി ഇല്ലാത്ത മൊബൈലും വരാം. നിങ്ങളിപ്പോൾ വാങ്ങുന്ന സമയത്ത് ഡോട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോട്ട് 1-2 ഇങ്ങനെ വരാം. അത് കാലക്രമേണ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഓൾറെഡി ഡോട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. ഫോണൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ലൈഫ് ടൈമിന് വേണ്ടി വാങ്ങുന്നില്ല, 2-3 വർഷത്തിലൊക്കെ വാങ്ങുന്നതാണ്. അതുപോലെ ചെറിയ ആൾ പറയുന്ന കാരണം നമുക്ക് 90ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 95 ഒക്കെ ബാറ്ററി വേണം. നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. നിങ്ങളൊരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 1 ഇയർ ഉപയോഗിച്ചാൽ എത്ര ബാറ്ററി ഉണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്തായി. അങ്ങനെയുള്ള നിങ്ങളാണ് പറയുന്നത് വേറെ ഷോപ്പിൽ പോയിട്ട് 2-3 വർഷം ഉപയോഗിച്ച സാധനത്തിന് 90-95 ബാറ്ററി വേണമെന്ന് പറയുന്നത്. അപ്പം ഷോപ്പുകാർ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്ര തരണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ തരികിട കളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. എല്ലാവരും നല്ല സത്യാവസ്ഥയിലൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ള സ്ഥലത്ത് വായിക്കും. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ടൈം പോക്കുന്നില്ല. നമുക്ക് ഐഫോണിലൊക്കെ നേരിട്ട് വരാം. ഐഫോൺ 11 മുതൽ തുടങ്ങാം. ഐഫോൺ 11 ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റിന് ഐഫോൺ 11 തരാം. ഐഫോൺ 11 ഉണ്ട്, 11 Pro ഉണ്ട്, 12 ഉണ്ട്. ഐഫോൺ 11 ആണ് നിങ്ങൾക്ക് 128 GB. അതൊക്കെ 80ൻ്റെ മുകളിലേ ബാറ്ററി വരുന്നുള്ളൂ. നിങ്ങൾക്ക് 85 അല്ലെങ്കിൽ 90 ഒക്കെ നോക്കണം, ബാറ്ററി ഇല്ല. 80ൻ്റെ മുകളിലേ ബാറ്ററി വരുന്നുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഐഫോൺ 11 5 വർഷം മുന്നത്തെ സാധനമാണ്. ഈ ഒരു സാധനം വെറും 950 ഐഫോൺ 11 തരും. അതിന് നിങ്ങൾക്ക് ഐഫോൺ 11 Proയിലേക്ക് പോകുകയാണെങ്കിൽ യൂസറാണെങ്കിൽ 1100 ആ റേഞ്ചിൽ നിങ്ങൾക്ക് യൂസർ കിട്ടും. അതല്ല നോൺ ആക്റ്റീവ് മേടിക്കണമെങ്കിൽ 1299 1299 ബ്രാൻഡ് ന്യൂ ഉപയോഗിക്കാത്ത പീസ് ഐഫോൺ 11 Pro 3 ക്യാമറ ഉള്ള അടിപൊളി സാധനമുണ്ട്. 256 GB ആണ്. പിന്നെ ഐഫോൺ 11 Pro കഴിഞ്ഞാൽ നമുക്ക് 12ലേക്ക് പോകാം. 5G മുതൽ ഐഫോൺ 11 വരെ 4G ആണ്. ഐഫോൺ 5G തുടങ്ങുന്നത് ഐഫോൺ 12 മുതലാണ്. ആ ഒരു ഐഫോൺ 12 നിങ്ങൾക്ക് മിനി, നമ്മൾ ഏറ്റവും ചെറിയ മൊബൈൽ ഐഫോൺ മിനി ഒരു 2 12 മിനി വന്നിട്ടുണ്ട്. 2 പീസുള്ളൂ. ഇതൊരു 950 dirhamsന് 128 GB ആണ്. 80ൻ്റെ മുകളിലൊക്കെ ബാറ്ററി ഉണ്ട്. 950 dirhamsന് കിട്ടും. പിന്നെ ഐഫോൺ 12 128 ബിഗ് സ്ക്രീനുള്ള വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റേറ്റിന് തരാം. ഇതൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ഒക്കെ 80ൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകം പറയാം, 80ൻ്റെ മുകളിലെ ബാറ്ററി ഉണ്ടാവുള്ളൂ. പിന്നെ 82-83 ഒക്കെ ബാറ്ററി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റിന് തരാം. ഇതും 950-1000 dirhamsൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതൊക്കെ നല്ല കണ്ടീഷൻ സാധനമാണ് കേട്ടോ. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, ഞാൻ അങ്ങോട്ടെത്തുമ്പോൾ പറയാം, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ആണ്. അത് ഞാൻ അങ്ങോട്ടെത്തുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ വാങ്ങും, പൈസ നിങ്ങളെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വില മാത്രം നോക്കുന്നതാണെങ്കിൽ എൻ്റെ വീഡിയോ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയാം, എൻ്റെ അടുത്ത് 50-100 കൂടുതലായിരിക്കും. ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് ഒരു വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. നിങ്ങൾ പല വീഡിയോ കണ്ടതായിരിക്കും. എക്സ്ചേഞ്ച് ഓഫറാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ ബാക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്യുന്നത് ബ്രാൻഡ് ന്യൂ ആണ്.
ഇപ്പോൾ കസ്റ്റമർ യൂസിൽ എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ അവരുടെ അടുത്ത് യൂസർ മൊബൈലുമായിട്ട് ബാക്കി ക്യാഷുമായിട്ടാണ് ബ്രാൻഡ് ന്യൂ കൊടുക്കുന്നത്. കാരണം കസ്റ്റമറുടെ കയ്യിൽ അവർ യൂസ് ചെയ്യുന്ന സാധനം നല്ല മൊബൈലായിരിക്കും. കാരണം സ്വന്തം സാധനം എന്തായാലും എന്ത് സാധനം നമ്മൾ കാറായാലും അല്ലെങ്കിൽ വാഹനമായാലും എന്തായാലും നമ്മൾ സ്വന്തം യൂസ് ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റാണ് കസ്റ്റമർ നമുക്ക് കൊണ്ട് തരുന്നത്. പുറത്തുനിന്ന് വരുന്നതൊക്കെ ആകുമ്പോൾ നിങ്ങൾ പല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടും പോളിഷ് ചെയ്തിട്ടൊക്കെ വരുന്നതാണ്. അങ്ങനത്തെ സാധനങ്ങൾ പെയിൻറ്റിങ്ങും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ബൂസ്റ്റ് ഹോർലിക്സ് അല്ലെങ്കിൽ ചിപ്പ് മാറ്റുന്നത് ഒരു പരിപാടിയില്ല. എങ്ങനെയാണോ കിട്ടുന്നത് അത് കസ്റ്റമർ ബാറ്ററി കുറഞ്ഞാലും കുഴപ്പമില്ല. ബാറ്ററി ഒക്കെ ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും മുന്നിൽ കറക്റ്റായിട്ട് ബാറ്ററി ഒരൊറ്റ പീസ് പോലെ നിങ്ങൾക്ക് ബാറ്ററി ചെയ്താത്ത സ്റ്റോക്ക് കൂടെ കാണില്ല. കറക്റ്റ് ബാറ്ററി ചെയ്തിട്ടുണ്ടാവും. 90ൻ്റെ മേലൊക്കെ വളരെ കുറവ്. ഇതൊരു 1000ൻ്റെ മുകളിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾ ബാറ്ററി ഒക്കെ 90ൻ്റെ മുകളിലൊക്കെ മാക്സിമം ഒരു 10-20 പീസ് 90ൻ്റെ മേലെ കാണും. ബാക്കി മുഴുവനും 90ൻ്റെ താഴെയാണ്. കാരണം അത്രേ ബാറ്ററി കിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത്ര നല്ല കണ്ടീഷനാണ്. ബൂസ്റ്റൊക്കെ ചെയ്താൽ ഒരാൾ അറിയില്ല. പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും മുകളിലിരിക്കുന്ന ഒരാൾ അറിയും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിന് നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പല ആൾ വാങ്ങിയ ആൾക്കാർക്ക് അത് മനസ്സിലാവും. കാരണം പല ആളും റിപ്പീറ്റാണ് വന്നിട്ട് വാങ്ങുന്നത്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 12 പറഞ്ഞു. ഇനി 12 പ്രോയിലേക്ക് പോകാം. 12 പ്രോയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് 256 GB ബെസ്റ്റ് റേറ്റ് തരാം. 256 നല്ല 512 തരാം. 512 12 പ്രോ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് തരാം. 512 12 പ്രോ തരുന്നത് 512 80ൻ്റെ മുകളിലാണ് ബാറ്ററി ആണെങ്കിൽ വെറും 1499 1499 256 GB 80ൻ്റെ മുകളിൽ തരും. അതെല്ലാം 85ൻ്റെ മുകളിൽ ഒരു 5-6 പീസ് ഉണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 100 ദിർഹംസ് കൂടും. 85ൻ്റെ മുകളിൽ വേണ്ടാക്ക് 512 GB അതും കിട്ടും. ഓക്കെ, ഇതന്നെ നമുക്ക് 12 പ്രോ മാക്സിലേക്ക് പോകുകയാണെങ്കിൽ 12 പ്രോ മാക്സിലേക്ക് ഇത് 12 പ്രോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ സ്റ്റോക്ക്. 12 പ്രോ മാക്സിലേക്ക് പോകുകയാണെങ്കിൽ 12 പ്രോ മാക്സ് ബെസ്റ്റ് റേറ്റ് നേരാം. 512 GB 80ൻ്റെ മുകളിലാണ് ബാറ്ററിയാണ്. വെറും 1700 ദിർഹംസാണ്. 1700 നേരാം. അതല്ലെങ്കിൽ 85ൻ്റെ മുകളിലാണ് ബാറ്ററി വേണമെങ്കിൽ ഒരു 1800-850 ദിർഹംസിന് 85ൻ്റെ മുകളിൽ അതും 512 GB 12 പ്രോ മാക്സ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ സ്പെഷ്യലായിട്ട് ഒരു സാധനം 12 പ്രോൻ്റെ നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. അധിക പീസ് ഒന്നുമില്ല, ഒരു 5-10 പീസ് വന്നിട്ടുണ്ട്. ആദ്യം വരുന്ന ഒരു 10 ആൾക്ക് വാങ്ങാൻ സാധിക്കും. 12 പ്രോ ഒക്കെ റയറായിട്ട് ഉള്ളൂ. 12 പ്രോ അതുപോലെ 13 പ്രോ ഒക്കെ കുറഞ്ഞ പീസേ വന്നിട്ടുള്ളൂ. അപ്പോൾ 12 പ്രോ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റേറ്റ് ഇടാം. 1799 ദിർഹംസിന് നോൺ ആക്റ്റീവ് വരാം. അതിന് നേരെ മുകളിൽ ഒരു വൈറ്റ് ബോക്സ് കാണും. ഈ ഒരു ബോക്സിൻ്റെ വില ഞാൻ പറയുന്നില്ല. കാരണം ഈ സാധനം കൊടുക്കാൻ എനിക്ക് വളരെ താല്പര്യം കുറഞ്ഞ ഒരാളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ കാരണം പല ഷോപ്പുകാർ ഇടുമ്പോൾ ചില ആൾക്കാർ അതന്നെ കിട്ടണമെന്നായിട്ട് വരുന്നുണ്ട്. ആപ്പിളിൻ്റെ വാറൻറ്റി ഒക്കെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. പക്ഷേ അതിൻ്റെ F സീരീസ് ആണ് റീസെയിൽ. നിങ്ങൾ നാളെ മറ്റന്നാൾ അത് സെയിൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ കൊടുക്കും. കാരണം റീഫർബിഷ് എന്ന് കഴിഞ്ഞാൽ പേരല്ല, ഇനി ബോക്സ് അല്ല, എന്ത് തന്നെ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റീഫർബിഷ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വൈറ്റ് ബോക്സ് ഞാൻ അധികം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അധികം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതന്നെ വേണമെന്ന് പറഞ്ഞു വരുന്നതാൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ പീസ് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ പൊതുവേ കൊടുക്കുന്ന നോൺ ആക്റ്റീവും അതുപോലെ യൂസ്ഡാണ്. ആ ഒരു സാധനം നിങ്ങൾക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും, കാരണം എൻ്റെ പ്രൊഡക്റ്റാണ്, ഞാൻ കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ധൈര്യത്തിൽ കൊടുക്കാനും അതുപോലെ വാങ്ങാനും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ വന്ന് വാങ്ങിക്കോളൂ. ആ പ്രൊഡക്റ്റിന് ഒരു കംപ്ലയിൻറ്റ് വരില്ല. ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വാറൻറ്റി തരുകയില്ല. കാരണം ആപ്പിൾ കൊടുക്കുന്നുണ്ടാവാം, ഞാൻ തരുന്നില്ല. ആപ്പിൾ തന്നെ അറിയില്ല, ഇതുവരെ കംപ്ലയിൻറ്റ് കാര്യം നിങ്ങൾ വന്നിട്ടില്ല. ബൈ ചാൻസ് ആപ്പിൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. ഫോണൊന്നും കംപ്ലയിൻ്റ് ഇല്ല. അത്യാവശ്യം ചില ആൾക്ക് വാങ്ങിപ്പോയിട്ടുണ്ട്, ആരും കംപ്ലയിൻ്റ് ഒന്നും പറയുന്നിട്ടില്ല. പക്ഷേ പരമാവധി നിങ്ങൾ വൈറ്റ് ബോക്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ബാക്കി യുവർ ചോയ്സ്. ഓക്കെ, അപ്പോൾ 12 പ്രോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1799. അതന്നെ നിങ്ങൾക്ക് 13 പ്രോ ഇവിടെ ഉണ്ട്. 13 പ്രോ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാൽ സാധനം കാണാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ അടുത്ത് സാധനം നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് അതും ഒരു 5-10 പീസേ ഉള്ളൂ. ആദ്യം വരുന്ന ആൾക്കാർക്ക് വാങ്ങാൻ സാധിക്കും. വെറും 2499 നോൺ ആക്റ്റീവ്. ഇതൊരു ഉപയോഗിക്കാത്ത ബ്രാൻഡ് ന്യൂ iPhone 13 പ്രോ വെറും 2499 വാങ്ങാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നേരെ iPhone 13ലേക്ക് പോകാം. 13 ഒന്നും പറഞ്ഞിട്ടില്ല. യൂസറിലേക്ക് പോവുകയാണെങ്കിൽ iPhone 13 യൂസിലേക്ക് പോകാൻ ഈ കാണുന്ന സ്റ്റോക്ക് മുഴുവൻ iPhone 13. ഈ 2 സ്റ്റോക്കും അതുപോലെ പിന്നിലുണ്ട്. ഏത് കളർ വേണമെങ്കിൽ കിട്ടും. ഇതൊക്കെ 80ൻ്റെ മുകളിലൊക്കെ ബാറ്ററി ഉള്ളതാണ്. 82 ഇതൊക്കെ ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ചത്. കണ്ടീഷൻ നോക്കി ഒരു സ്ക്രാച്ചോ കുത്തോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ബൂസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഒരാൾ പോലും മനസ്സിലാക്കില്ല. ഇതിൻ്റെ മുന്നിൽ ഞാൻ ഏത് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് നിങ്ങൾ ഇടാൻ കാണാം. ഇതൊരു സ്പെഷ്യൽ ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ് ഞാൻ ഇടുന്നതിൻ്റെ കാരണം ഈ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ചില ഈ പുറത്തുനിന്ന് വരുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് പോളിഷ് ചെയ്യും. എങ്ങനെ ചില ഫോണൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരുപാട് സ്ക്രാച്ച് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ സ്ക്രാച്ചേ കാണില്ല. അതിൻ്റെ കാരണം നമ്മൾ പോളിഷ് നാട്ടിലൊക്കെ ചിപ്പിളിപ്പൊടിയാണ്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല. ചിപ്പിളിപ്പൊടി എന്ന് പറയുന്നത് മരത്തിൻ്റെ പണിയെടുക്കുന്ന ആശാരിമാർ കറക്റ്റായിട്ട് ചിപ്പിളി ഇട്ടിട്ട് നല്ല ഫിനിഷിങ്ങും. അതുപോലെ തന്നെ ഫോണൊരു മിഷ്യനുണ്ട്. ആ മിഷ്യനിലേക്ക് വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ തിക്നെസ് കുറയാണ്. അതായത് നിങ്ങൾ ഡിസ്പ്ലേൻ്റെ തിക്നെസ് കുറയാണ്. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എന്തെങ്കിലും ചെറിയൊരു ടച്ച് വന്നാൽ പോലെ പെട്ടെന്ന് ഡിസ്പ്ലേ പോയി പോകും. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിരിക്കും, നല്ല എണ്ണ പൊരിച്ച പോലൊക്കെ ഉണ്ടാവും. പക്ഷേ എണ്ണ പൊരിച്ചിട്ട് കാര്യമില്ല, തിളങ്ങുകയൊക്കെ ചെയ്യും. നമ്മൾ നാട്ടിൽ മട്ടനും ബീഫൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ എണ്ണ വരട്ടി വെക്കും, കാരണം അത് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളങ്ങിയിട്ട് കാര്യമില്ല.
തിളക്കമല്ല മെയിൻ, നമുക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന പൈസ കണക്കായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ സ്ക്രാച്ച് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ഒരു ഗ്ലാസ്. സ്പെഷ്യൽ ഗ്ലാസ്സാണ്, സാധാ ഗ്ലാസ് ഇട്ടാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഒരിക്കലും ലെവലിലേ നിൽക്കുള്ളൂ, ഒരിക്കലും ഫോണിന് കണക്കായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ബബിൾ നിൽക്കും, ഇതിപ്പോൾ കറക്റ്റാണ്, ഒരു ബബിൾ പോലും കാണാൻ സാധിക്കില്ല ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ള. അപ്പോൾ ബബിൾ നിൽക്കുന്നതിൻ്റെ കാരണം ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ ഗ്ലാസിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ വരാം, പക്ഷേ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലെവലിൽ ഒട്ടിക്കുകയാണെങ്കിൽ ആ ബബിൾ കാണില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് എങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ മാറും. കാരണം ഇത് പോളിഷ് ചെയ്യുമ്പോൾ എവിടെയാണ് സ്ക്രാച്ചിൽ അവിടെയാണ് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെവൽ മാറും. ലെവൽ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാലോ കറക്റ്റായിട്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് ഒട്ടൂല. ബാക്കി നോർമൽ ഗ്ലാസ്സൊക്കെ ഈ വില കൂടിയ ഗ്ലാസ്സൊക്കെ ഒട്ടും. ഇത് വളരെ തുച്ഛമായ പൈസൻ്റെ ഗ്ലാസ്സാണ്. ഈ തുച്ഛമായ പൈസൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒട്ടൂല. പക്ഷേ നിങ്ങളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങുന്ന ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ്സിനുള്ളിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. 13ൻ്റെ വില പറയുന്നത് നമ്മൾ 13 മിനി കുറഞ്ഞൊരു പീസ് ഉണ്ട്. 13 മിനി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 999 ദിർഹംസ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ 30 മിനി 128 GB കൊടുക്കുന്നുണ്ട്. അതിന് 13 വേണ്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനമുണ്ട്. 80ൻ്റെ മുകളിലൊക്കെ ബാറ്ററി ആണെങ്കിൽ 1200 1250 ദിർഹംസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. നല്ല അടിപൊളി സാധനം, കണ്ടീഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 1200 1250 ദിർഹംസിന് 80ൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ബാറ്ററി അടിപൊളി ഒറിജിനൽ സാധനം കിട്ടും. ഓക്കെ, ഇതന്നെ നിങ്ങൾക്ക് 256 GB വേണ്ടിക്കണം 1500 1550 ദിർഹംസിന് അതും കിട്ടും നിങ്ങൾക്ക്. അതും 18ൻ്റെ മുകളിൽ തന്നെ. 18 താഴൊക്കെ ബാറ്ററി ആണെങ്കിൽ ഇനിയും വില കുറയും. 18ൻ്റെ താഴോട്ടൊക്കെയാണ് ബാറ്ററി ആണെങ്കിൽ ഇനിയും വില കുറയും. പിന്നെ ഇത് ബാറ്ററി മാറ്റിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടോ ഞാൻ പറഞ്ഞല്ലോ കൊടുക്കാറില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബാറ്ററി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെക്നീഷ്യൻ കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ് ബാറ്ററി വേണ്ടത് നിങ്ങളുടെ എമൗണ്ട് പറഞ്ഞിട്ട് ആ എമൗണ്ട് കണക്കായിട്ട് ചെറിയ പൈസയൊക്കെ ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ ചിന്തിക്കൊണ്ടും വേണ്ട. അതിൽ ബാറ്ററി ചിലർക്ക് ഡൗട്ടാണ് ബാറ്ററി എത്ര ഉപയോഗിക്കാൻ. 60 വരെ അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് 50 വരെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബാറ്ററി 60 ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ ബാറ്ററി നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി താണ്ടും. പരമാവധി നിങ്ങൾ ഒരു 70 ഒക്കെ ആകുമ്പോൾ തന്നെ ബാറ്ററി മാറ്റുന്നത് നല്ല, കാരണം കൂടുതൽ ടൈമിങ് കിട്ടും. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി കുറച്ച് കുറഞ്ഞൊരു സംഭവമാണ്, ഒരു ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ സംഭവമാണ് ഐഫോൺ പൊതുവെ. അപ്പോൾ ആ ഒരു സംഭവം വീണ്ടും കുറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് 60 വരെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ധൈര്യത്തിൽ ഉപയോഗിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഐഫോൺ 13 പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഐഫോൺ 13 പ്രോ. ഈ കാണുന്ന 13 പ്രോ ഉണ്ട്. ഇത് ഇവിടെ കാണുന്നൊക്കെ 13 പ്രോ 13 പ്രോ മാക്സ് തന്നെയാണ്. ഈ കാണുന്ന മുഴുവൻ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറ ഡോട്ട് ആരും പറയാത്ത സംഭവമാണ്. 90% ഷോപ്പുകാർക്കും അറിയാത്തൊരു സംഭവമാണ്. പക്ഷേ ഇത് ആരും ഷോപ്പുകാർ ചെയ്യുന്നതല്ല. എന്നെ അറിയാതെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഇത് അപ്ഡേഷനിൽ വന്നതാണ്. പക്ഷേ അപ്ഡേഷനിൽ വന്ന് നമുക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ടെക്നീഷ്യൻ ഒരു 3-4 ടെക്നീഷ്യൻ ഇവിടെ ഉണ്ട്. സെയിൽസ്മാൻമാർ അടക്കം ടെക്നീഷ്യന്മാരാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അവർ പരമാവധി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോട്ട് ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയണം. ഡോട്ടുള്ള സാധനമുണ്ട്. ക്യാമറ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഡോട്ടുള്ള വാങ്ങി ഒരു കുഴപ്പമില്ല. കാരണം ആരും ചേഞ്ച് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തൊന്നും കാര്യമൊന്നുമില്ല. ചേഞ്ച് ചെയ്തതും അതൊക്കെ വേറെ വരുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് അപ്ഡേഷനിൽ വന്നാൽ കഴിഞ്ഞ ആരോ കമൻറ്റ് ഇട്ടായിരുന്നു അപ്ഡേഷൻ അങ്ങനെ വരില്ല. അപ്ഡേഷൻ വന്നപ്പോൾ വെച്ചാൽ ചിലത് വ്യക്തമായിട്ട് കാണിക്കുകയാണ്. നമ്മൾ ക്യാമറയൊക്കെ ചില അപ്ഡേഷനിൽ നമ്മൾ കാണിക്കില്ല, ചിലത് ബാറ്ററി കാണുന്നില്ല. നമ്മൾ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ബാറ്ററി കുറഞ്ഞു പോയി. അപ്പോൾ അപ്ഡേഷൻ വന്നപ്പോൾ ബാറ്ററി കുറഞ്ഞല്ല. അപ്ഡേഷൻ വന്നപ്പോൾ കറക്റ്റായിട്ട് അതിൽ കാണിക്കുകയാണ്, ഷോ ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ വിഷയം. അല്ലാണ്ട് അപ്ഡേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നതല്ല. അപ്ഡേഷൻ വന്നപ്പോൾ ഇതിലെന്താണ് ക്യാമറയിൽ കാര്യങ്ങളുള്ളത് അത് കറക്റ്റായിട്ട് ഷോ ചെയ്യുകയാണ്. അല്ലാണ്ട് അപ്ഡേഷൻ്റെ പ്രശ്നമല്ല. അപ്ഡേഷൻ വന്നപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടോ അതൊക്കെ ഷോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ള കാര്യമാണ് ക്യാമറ ഡോട്ട്. അത് പല വീഡിയോയിലും പറയലുണ്ട്. നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഡോട്ട് പറഞ്ഞിരുന്നോ ഞാൻ അറിയില്ല. പരമാവധി ചാൻസ് വളരെ കുറവാണ്. കാരണം കച്ചവടത്തിന് ബാധിക്കുന്നതാണ്. ആർക്കും ഒരുപാട് കിട്ടില്ല. 100 ഫോൺ വന്നാൽ 90 ഫോണിലും ഡോട്ട് വരുന്നുണ്ട്. 10 ഫോണൊക്കെ നല്ല കിട്ടണം. കാരണം കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടുന്ന പരമാവധി സ്റ്റോക്കിൽ മാത്രമേ നല്ല ഫോൺ കിട്ടൂ. ബാക്കി പുറത്തുനിന്ന് വരുന്ന ഏകദേശം ഫോണിലും ഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഇപ്പം തന്നെ കുറച്ച് ഓവറായി തോന്നുന്നുണ്ട്. അപ്പോൾ 13 പ്രോ നമുക്ക് കൊടുക്കുന്നത് 13 പ്രോ നമുക്ക് 128 GB കൊടുക്കുന്നത് വെറും 1500 ദിർഹംസിനാണ്. 128 GB, അതൊക്കെ 80ൻ്റെ മുകളാണ് ബാറ്ററി. അതിന് ഡോട്ടുള്ള സാധനം 256 GB കുറഞ്ഞ പീസ് ഉണ്ട്. ക്യാമറ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വാങ്ങാം. 1700 750 ദിർഹംസിന് ക്യാമറ ഡോട്ടുള്ള കൊടുക്കുന്നത് 256 GB. അതല്ല ക്യാമറ ഡോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 1850 1900 ദിർഹംസിന് ക്യാമറ ഡോട്ടില്ലാത്ത ഐഫോൺ 13 പ്രോ 256 GB കൊടുക്കും. ഓക്കെ, അതിന് 512 GB നിങ്ങൾക്ക് ക്യാമറ ഡോട്ടില്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ 2000 2100 റേഞ്ചിൽ ക്യാമറ ഡോട്ടില്ലാത്ത ഐഫോൺ 13 പ്രോ 512 GB കിട്ടും. അതിന് നേരെ നമുക്ക് 13 പ്രോ മാക്സിലേക്ക് പോകുകയാണെങ്കിൽ 13 പ്രോ മാക്സിൽ ഇതേ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് 256 GB ക്യാമറ ഡോട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാണെങ്കിൽ ഒരു 2100 2150 റേഞ്ചിൽ നിങ്ങൾക്ക് ഡോട്ടിൽ കിട്ടും. ഡോട്ടില്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ 2300 350 ദിർഹംസിന് ഇപ്പോഴും നല്ല റേറ്റ് തന്നെ. കാരണം ഐഫോൺ അത്ര പെട്ടെന്ന് വില കുറയില്ല. നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ബെസ്റ്റ് റേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങും. കാരണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ന്യൂ ആണെങ്കിൽ ബ്രാൻഡ് ന്യൂ വാങ്ങാം. എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 30 പ്രോ മാക്സ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 256 പറഞ്ഞു. അതിന് 512 വേണമെന്നുണ്ടെങ്കിൽ ഒരു 2500 2550 ദിർഹംസിൻ്റെ നിങ്ങൾക്ക് 13 പ്രോ 512 ഇട്ട് 1 TB വേണ്ടാക്കി 2700 750 ദിർഹംസിന് 1 TB വാങ്ങാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ 14 പ്രോയിലേക്ക് പോകാം. 14 പ്രോയിലേക്ക് പോകുകയാണെങ്കിൽ കുറഞ്ഞ സ്റ്റോക്ക് 14 പ്രോൻ്റെ ഇനി നോൺ ആക്റ്റീവ്
ഒരുപാട് ഞാൻ വിറ്റതാണ്, പല ആൾ വാങ്ങിപ്പോയതാണ്. 2850 കൊടുത്തു, പിന്നെ 2900 950 3000 3050 എത്തി. അപ്പോൾ 4 പീസ് സ്റ്റോക്ക് ഉണ്ട്. ഈ ആഴ്ച സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ 4 പീസ് ആദ്യം വരും 4 കിട്ടും. 512 GB കൊടുക്കുന്നത് വെറും 2999. 4 പീസ് ആദ്യം വരുന്ന കിട്ടും. അതല്ല ഇനി 15 Pro മേടിക്കണം, അതും ബെസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം പറയാം. 14 Pro നമ്മൾ യൂസ്ഡ് കൊടുക്കുക 128 GB ആണ്, 1999 ദിറംസിന് കൊടുക്കുന്നുണ്ട്. 128 GB ആണെങ്കിൽ 256 GB ആണെങ്കിൽ ക്യാമറ ഡോട്ടിലാണെങ്കിൽ കൊടുക്കുന്നത് വെറും 2100 ദിറംസിനാണ്. 2100 2150 ദിറംസ് ക്യാമറ ഡോട്ടിൽ കൊടുക്കുന്നുണ്ട്. ക്യാമറ ഡോട്ടില്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ 2300 350 ദിറംസിന് അടിപൊളി സാധനം. ക്യാമറ ഡോട്ടൊന്നും ഇല്ലാത്ത കണ്ടീഷൻ ഓക്കെ ആയ ഒരു പ്രശ്നമില്ലാത്ത സാധനമാണെങ്കിൽ 2300 350 റേഞ്ചിൽ നിങ്ങൾക്ക് 256 കിട്ടും. അതന്നെ 512 വേണമെങ്കിൽ വെറും 2500 ഉള്ളൂ. അതല്ല 14 Pro മാക്സിലേക്കാണെങ്കിൽ 14 Pro മാക്സ് നിങ്ങൾക്ക് അടിപൊളി വിലക്കുണ്ട്. 14 Pro മാക്സ് കൊടുക്കുന്നത് 256 GB കൊടുക്കുന്നത് വെറും 2750 ദിറംസിന് നല്ല കണ്ടീഷൻ. അതല്ല ബാറ്ററി 85 താഴെയാണെങ്കിൽ അതിനും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 512 വേണ്ടാക്കി 2850 2900 ദിറംസിന് 512 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ 15 Proയിലേക്ക് പോകാം. 15 Proയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 15 ഒരു അടിപൊളി സ്റ്റോക്ക് തന്നെ വന്ന് കിടക്കുന്നത്. 15 Pro ഉണ്ട്, 15 Pro Max ഉണ്ട്, അതുപോലെ തന്നെ നോൺ ആക്റ്റീവ് ആണെങ്കിൽ നോൺ ആക്റ്റീവ് ഉണ്ട്. നോൺ ആക്റ്റീവ് നമുക്ക് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞത് നോൺ ആക്റ്റീവ് അടിപൊളി കളർ വന്നിട്ടുണ്ട് കേട്ടോ. നോൺ ആക്റ്റീവിൻ്റെ സ്പെഷ്യൽ കളർ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങാൻ കൊടുക്കുന്നത് നേവി ബ്ലൂ. നമ്മുടെ 15 Proയിൽ സ്പെഷ്യലായിട്ട് ഇറങ്ങിയൊരു കളറായിരുന്നു നേവി ബ്ലൂ. നമ്മൾ ടൈറ്റാനിയം മാത്രമല്ല ശ്രദ്ധിച്ചു, പക്ഷേ നേവി ബ്ലൂ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഒരു കുറച്ചൊരു ഡാർക്കും അല്ല ലൈറ്റും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ കളറാണ്. ഈ ഒരു സംഭവം നമുക്ക് നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൊടുക്കുന്നത് വെറും 3150 ദിറംസിന് ബ്രാൻഡ് ന്യൂ, ഇതുവരെ ഉപയോഗിക്കാത്ത. ഇതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാം നോക്കുന്നത് AI ആണ്. നമുക്ക് ഏത് നോർമൽ വില കുറഞ്ഞ മൊബൈൽ പോലും ഇറങ്ങുന്നത് AI ഫീച്ചറിലാണ്. പക്ഷേ ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം iPhone 15 പോലും നിങ്ങൾക്ക് AI കിട്ടൂല. iPhone 15 താഴത്തൊന്നും കിട്ടില്ല. iPhone 15 Proൻ്റെ മുകളിൽ, അതായത് 15 Proയിലും 15 Pro Maxലാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് iPhone 15 Pro ബാറ്ററി 100% ഉണ്ടോ, വാറൻറ്റി ഉണ്ടോ, അതല്ല നോൺ ആക്റ്റീവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. അതിന് കാരണം വേറൊന്നുമില്ല, AI ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ 15 Pro അല്ലെങ്കിൽ 15 Pro Max ഒക്കെ വാങ്ങാനേ കിട്ടുള്ളൂ. ആ ഒരു 15 Pro നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റിലാണ് തരുന്നത്. 3150 ദിറംസിന് നോൺ ആക്റ്റീവ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂസർ വേണ്ടാക്ക് യൂസർ 85 മേലെ ബാറ്ററികളുണ്ട്. 2900 950 ദിറംസിന് 85 മുകളിലുള്ള നല്ല കണ്ടീഷൻ സാധനം ഒറിജിനൽ കിട്ടും. അതിലും ഡോട്ട് വരുന്നുണ്ട്. ഡോട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 100 200 വീണ്ടും കുറയും. ഓക്കെ, ഇനി അതന്നെ നിങ്ങൾക്ക് 512 യൂസറിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊരു 3100 3150 ദിറംസിന് 512 കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് 15 Pro Max ആണ്. 15 Pro Max ആണെങ്കിൽ 256 GB നല്ല കണ്ടീഷൻ സാധനം, ഒരു സ്ക്രാച്ചും കാര്യമൊന്നും ഇല്ലാത്ത അടിപൊളി പീസ് ഉണ്ട്. കൊടുക്കുന്നത് വെറും 3299 ദിറംസാണ്. നല്ലോണം വില കുറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻസ് ഓക്കെ ആണ് ഇത്ര വില വരുന്നത്. അതല്ല നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കണ്ടീഷൻ പ്രശ്നങ്ങളോ അതുപോലെ ക്യാമറ ഒക്കെ ചില ക്യാമറ ഒക്കെ നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറൻ്റെ ഗ്ലാസ് മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ ആരും സ്ക്രൂ അയക്കുന്നില്ല. അതിന് പകരം ചെയ്യുന്നത് നേരെ ബാക്ക് പാനൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് അയച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ പണി ചെയ്യുന്നത്. പക്ഷെ എത്ര തന്നെ പണി അറിയുന്ന ആൾ ചെയ്ത് കഴിഞ്ഞാലും ഈ 4 സൈഡ് നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ്, ഇത് ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇത് ബാക്ക് മാറ്റിയിട്ട് അവർ പണിയൊക്കെ ചെയ്തതിന് ശേഷം നല്ലോണം ക്ലോസ് ചെയ്തതാണ്. കാരണം പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. സ്ക്രൂവിൽ ആരും കൈവെക്കുന്നില്ല. അപ്പോൾ ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞാണ്, എത്രത്തോളം ടെക്നോളജി വളരുന്നോ അത്രത്തോളം തരികിടയും വളരുന്നുണ്ട്. അപ്പോൾ നല്ല സാധനം കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങും. നിങ്ങൾ എവിടെ എൻ്റെ അടുത്ത് തന്നെ വാങ്ങണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടപ്പെടുന്നത്, എവിടെയാണ് വിശ്വാസമുള്ളത്, ആ ഷോപ്പ് പോയിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെ പൈസയാണ് 1 2 3 മാസമൊക്കെ നിങ്ങൾ ശമ്പളമായിരിക്കാം. ചിലപ്പോൾ ചില ആൾ 1 വർഷം വരെ കുറച്ചൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ള പൈസയായിരിക്കും. അപ്പോൾ ആ ഒരു പൈസക്ക് നിങ്ങൾ സാധനമാകുമ്പോൾ ആ സാധനത്തിലുള്ള പൈസക്ക് ഉള്ള സാധനമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. 1 to 10 പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ടൈം നിങ്ങൾക്ക് പെട്ടെന്ന് ഹാപ്പിയിൽ ഐറ്റംസ് ഒക്കെ വാങ്ങാം. പക്ഷേ 1 to 10 പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. അതിന് നമ്മൾ വേറെ ഷോപ്പ് പോയിട്ട് 40 ദിറംസിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് അത് ഈട് നിൽക്കും. അത് രണ്ടാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ലാന്നൊരു 15 കൊല്ലുണ്ട്. അവിടെ മിന്നുന്നതും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല. കണ്ടീഷൻ സാധനമാണോ ധൈര്യത്തിൽ നോക്കിയിട്ട് എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇതിന് തന്നെ 512 വേണ്ടാക്കുക 3550 ദിറംസിന് 512 GB കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ പറഞ്ഞതാണ് തോന്നുന്നത്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരമാവധി കോൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുപോലെ UAE എവിടെയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിങ്ങൾ റൂമിൽ സാധനം എത്തിച്ചു. ഡെലിവറി ചാർജ് വരുന്നത് വെറും 25 ദിറംസാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണ്, നേരെ പോയി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക,
ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ഉണ്ട്. കമൻറ്റ് ഇട്ടാലേ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യം പറയാം. അതുപോലെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞങ്ങൾ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുകയും ചെയ്യുക, അതിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബ്രാൻഡ് ന്യൂ വേണമെങ്കിൽ ബ്രാൻഡ് ന്യൂ വാങ്ങുക, അതിലെ ചെറിയ മൊബൈലിലൊക്കെ വലുതിലേക്ക് മാറുന്നത് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കും വേണമെന്നുണ്ട് മക്കളെ പെട്ടെന്ന് തന്നെ പോന്നോളി. എവറസ്റ്റ് സിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർദുബായ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും